ഹായ് പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കണ്ടില്ല നിങ്ങൾ, ഇതേപോലത്തെ അടിപൊളി വീഡിയോയിലേക്കാണ് സ്വാഗതം ചെയ്ത് കൊണ്ടുപോകുന്നത്. നല്ല സോഫ്റ്റ് പൊറോട്ട എന്ന് കേട്ട് കണ്ട് ആരും നെട്ടാൻ നിൽക്കണ്ട. ചോറ് കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ചോറ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന പൊറോട്ടയിലേക്കാണ് സ്വാഗതം ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ ആ വീഡിയോ തുടങ്ങാൻ പോവാണ്. അതിന് ഞാൻ ചോറ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ചോറ് 2 കപ്പ് അളവിൽ ചോറ്. അപ്പോൾ ചോറ് കൊണ്ടുള്ള പൊറോട്ട, അതൊക്കെ തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ചോറ് കൊണ്ടുള്ള പൊറോട്ട ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിൻ്റെ ജാർ എടുത്തുകൊണ്ടിരിക്കുക. ഈ ജാറിലേക്ക് ചോറ് ഇട്ട് കൊടുക്കുക. ചോറ് തലേന്ന് രാത്രി നമ്മളുണ്ടാവുമല്ലോ, രാത്രി ബാക്കിയായിട്ടുള്ള ചോറുണ്ടാവുമല്ലോ, ആ ചോറാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതൊന്നുകൂടി ഞാൻ തിളപ്പിച്ച് ഊറ്റിയേക്കാണ് കേട്ടോ. തിളപ്പിച്ച് ഊറ്റുമ്പോഴല്ലോ ഈ പിറ്റേന്ന് രാവിലെ പുളിച്ച മണം ഉണ്ടാവണ്ട വിചാരിച്ച് തിളപ്പിച്ച് ഊറ്റിയാണ്ട് അയക്കാണ്ട് ഇട്ട് കൊടുത്തേക്കാണ്. അത് 2 കപ്പ് അളവിൽ തന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കണ്ടില്ല നമ്മൾ ഉണ്ടാക്കി പാരുന്നത് ചുടുവെള്ളമാണ്, ഇളം ചുടുവെള്ളം പാരുമ്പോൾ തിളച്ച വെള്ളം പാരരുത് പ്രിയപ്പെട്ടവരെ. നമ്മൾ ചുടുവെള്ളം എന്ന് പറഞ്ഞാൽ ഇളം ചുടുവെള്ളം തന്നെ ഒഴിച്ചെടുക്കുക. അത് കരുതിയാണ്ട് വെള്ളം പാരാൻ പറഞ്ഞിരിക്കണ കരുതിയാണ്ട് ഒന്നായിട്ട് അങ്ങോട്ട് പാർന്ന് കണ്ട് ഇത് ഇങ്ങോട്ട് അരച്ച് കലക്കിയാണ്ട് ചാറാക്കി മാറ്റണ്ട. ചെറുതായിട്ടൊന്ന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ആവശ്യത്തിലുള്ള ഉപ്പും ചേർത്ത് 2 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും ചേർത്ത് കുറച്ച് വെള്ളം തന്നെ മതി, അതും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. ഇനി ഞാൻ ഇവിടെ ചേർക്കാൻ പോകുന്നത് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓയിൽ ചേർത്ത് കൊടുക്കുന്നത് നല്ല മിനുസമായിട്ട് അരയാൻ വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിനുസത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളെ വീഡിയോ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതുവരെയൊക്കെ ഉണ്ടാകുമ്പോൾ ഇഷ്ടമാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിക്കണമെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പ്രിയപ്പെട്ടവരെ. അത്രയ്ക്ക് തന്നെ പറയാനുള്ളത്. കണ്ടില്ല നമ്മൾ 2 കപ്പ് അളവിൽ മൈദയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു മിക്സിൻ്റെ ജാറല്ലല്ലോ എടുത്തത്, നമ്മൾ എടുത്തത് അരിപ്പയാണ് പ്രിയപ്പെട്ടവരെ. അരിപ്പ എടുത്തിട്ട് നമ്മൾ ഈ 2 കപ്പ് അളവിൽ മൈദ നമ്മൾ തീക്കണ്ട് അരിച്ച് മാറ്റുക എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇതേപോലെ ചെയ്യുക. അപ്പോൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യൂ പ്രിയപ്പെട്ടവരെ. എപ്പോഴും സബ്സ്ക്രൈബ്, അത്രയൊക്കെ തന്നെ പറയാനുള്ളത്. അപ്പോൾ ഇനി നമ്മൾ കണ്ടില്ലേ, ഈ മൈദയിലേക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുത്തിട്ടോ. അരപ്പ് നന്നായിട്ട് അരയണം എന്നാണ് പറഞ്ഞു വരുന്നത്. ഈ അരപ്പിലേക്ക് നമ്മൾ എന്തൊക്കെയാണ് ഇട്ടത് നിങ്ങൾ മറക്കാതെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പിന്നി പറയുന്നത്. പഞ്ചസാര ഇട്ട് കൊടുത്തു, ഉപ്പിട്ട് കൊടുത്തു, പിന്നെ എന്തൊക്കെയാണ് നമ്മൾ ഇട്ട് കൊടുത്തത്, ചോറിട്ട് കൊടുത്ത് അരച്ച് ചേർത്തിട്ട് നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇതുപോലെ ചേർക്കുമ്പോൾ നല്ലൊരു സുഗന്ധം നമുക്ക് ലഭിക്കുന്നതാണ്. നല്ലൊരു സുഗന്ധം ഉണ്ടാവുമോ പൊറോട്ടയുടെ മാവിന്? ഏതായാലും നോക്കാം നമുക്ക്. നമ്മൾ ഇങ്ങനെ കുഴച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്തിട്ട് ഞാൻ ഇതുപോലെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഓരോ ഉണ്ടയാക്കിയാണ്ട് നമ്മൾ ഈ തട്ടിലേക്ക് മാറ്റിയാണ്. ഇതുപോലെ മാറ്റുമ്പോൾ എളുപ്പത്തിൽ കുഴച്ചെടുക്കാൻ പറ്റുമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ചെയ്തെടുക്കട്ടോ. എന്നാൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒന്നാണ് പൊറോട്ട. അതും ചോറ് കൊണ്ടാണല്ലോ നമ്മൾ ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ ബാക്കിയുള്ള അരപ്പും ഇതേപോലെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് വെള്ളം ഏറിയിട്ട് ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ വീണ്ടും പൊടി ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ പൊടി നിങ്ങൾ ആദ്യം തന്നെ കൊണ്ടുവന്നാണ് മുഴുവൻ തട്ടാൻ നിൽക്കരുത് കേട്ടോ. അപ്പോൾ ആവശ്യത്തിലുള്ള പൊടി ഇങ്ങനെ ഇട്ടുകൊടുത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാമല്ലോ. അപ്പോൾ ഇങ്ങനെ ഇട്ടുകൊടുത്ത് ബാക്കിയുള്ള അരപ്പും ചേർത്ത് ഇതേപോലെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഒരു പൊറോട്ടയുടെ വീഡിയോ ഇട്ടിരുന്നു പ്രിയപ്പെട്ടവരെ. ആ വീഡിയോ ഒക്കെ എനിക്ക് 95K വ്യൂസൊക്കെ കിട്ടിയിട്ടുണ്ട്. അതും ചോറ് കൊണ്ട് തന്നെയാണ്. അപ്പോൾ അന്നത്തതല്ല കേട്ടോ, ഇന്ന് വേറെ തട്ടൊക്കെ ആയിട്ടാണല്ലോ നമ്മൾ ഇറങ്ങിയത്. അന്നുണ്ടാക്കിയ പൊറോട്ടയല്ലല്ലോ റിപ്പീറ്റ് ചെയ്ത് ഞാൻ ഇവിടെ ഇട്ടിരിക്കുന്നത്. ഇന്ന് ഞാൻ വേറെ വോയിസ്, വേറെ വീഡിയോ, വേറെ തട്ട്, വേറെ പാത്രം, വേറെ ഡ്രസ്സ്, എല്ലാം വേറെയാണ് പ്രിയപ്പെട്ടവരെ, എല്ലാം വേറെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ പ്രിയപ്പെട്ടവരെ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ അറിഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യൂ. അപ്പോൾ തട്ട് നീങ്ങിപ്പോകുന്നതിന് ഞാൻ എന്ത് ചെയ്യുന്നു, മൈദ വെച്ച് ഒട്ടിച്ചെടുക്കുന്നു. അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുക്കുക. ഓയിൽ കൈമ തേച്ചെടുക്കുക, കുഴച്ചെടുക്കുക. ചപ്പാത്തിൻ്റെ മാവ് കുഴക്കാൻ എല്ലാവർക്കും അറിയാലോ, അതുപോലെ ചെയ്തെടുക്കുന്നതാണ് നമുക്ക് നല്ലത്. അപ്പോൾ തട്ട് നീങ്ങുന്നില്ല പ്രിയപ്പെട്ടവരെ. ഞാൻ തട്ടിനെ ഒട്ടിച്ചെടുത്തിരിക്കുന്നു. ഒരു പൊട്ട തട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കി ഒരു ഇത്തിരി കൂടി ചോറ് അവിടെ ഉണ്ട്, അരച്ചെടുത്ത ചോറ്. അപ്പോൾ അതും കൂടി ചേർത്തപ്പോൾ ഒരു ഇത്തിരി കൂടി പൊടി അതിൻ്റെ മേലെ കൂടെ ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഇട്ടോളി. അത്രയ്ക്ക് തന്നെ നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് എത്ര വെച്ചാൽ പറയാനുള്ള ചോദിച്ചാൽ, നമ്മൾ ഇതിന് മുമ്പ് ഒരു പൊറോട്ട ഇട്ടിട്ടുണ്ടെങ്കിൽ ആൾക്കാരൊക്കെ നമ്മളോട് പറയാൻ തുടങ്ങിയതിന് നല്ല വീഡിയോ, നല്ല അടിപൊളി എന്നൊക്കെ പറഞ്ഞ് കുറേ ആളുകൾ ഉണ്ടാക്കി നോക്കി നല്ല അഭിപ്രായമൊക്കെ കിട്ടിയ ഒരു
പൊറാട്ട ഇനിയത്. അപ്പോൾ നിങ്ങളോട് നമുക്ക് പറയാമല്ലാത്ത വെച്ചാൽ പിന്നെ ചില ആൾക്കാർ ചെറിയ ചെറിയ നെഗറ്റീവ് കമൻറ്റൊക്കെ ആയിട്ട് വരാറുണ്ട് കേട്ടോ. ഞാനതൊന്നും മെയിൻറ്റ് ചെയ്യാറില്ല. ഈ പൊറാട്ട തിന്നാൽ വയറിളകില്ലേ, വയറ്റിന്ന് പോയില്ലേ, വയറ്റിന്ന് പോയി കണ്ട് ഇടങ്ങാറാവൂല എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പം നമ്മൾ കണ്ടില്ലേ ഈ മാവ് നമ്മൾ എന്താ ചെയ്യണമെന്ന് നോക്കി ഇതേപോലെ കുഴച്ചെടുത്തിട്ട് നമ്മൾ ഒരു കവറിലേക്കാണ് മാറ്റുന്നത്. അപ്പോൾ കവറിലേക്ക് മാറ്റി കൊടുത്താൽ നമ്മൾ തുണി നനച്ചിടേണ്ട ആവശ്യമില്ല പ്രിയപ്പെട്ടവരെ. എന്തിനാണ് നമ്മൾ തുണി നനച്ചിടുന്നത്? ഇതിൽ കവറിലിട്ട് വെച്ചാൽ തന്നെ സോഫ്റ്റായി കിട്ടും. അപ്പോൾ മൈദ കൊണ്ടുവന്ന കവർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കവറിലേക്ക് ഇട്ട് കൊടുത്താൽ ഇതുപോലെ സോഫ്റ്റായി കിട്ടും. അയ്യോ അപ്പോഴേക്കും നേരം വെളുത്തു പ്രിയപ്പെട്ടവരെ. അപ്പോൾ രാത്രിക്കത്തെ വീഡിയോ ആണ് കേട്ടോ നിങ്ങൾ അവിടെ കണ്ടത്. ഇത് നേരം വെളുത്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ കണ്ടില്ല നിങ്ങൾ നമ്മളിതാ പെരത്തി എടുക്കുന്നു. അപ്പോൾ രാത്രി കഴിഞ്ഞിട്ട് നേരം വെളുത്താണ് കേട്ടോ. ഇനി മറക്കാൻ നിൽക്കണ്ട, നേരം വെളുത്തിക്കണേ. അപ്പോൾ കണ്ടില്ല നിങ്ങൾ ഇതേപോലെ പെരത്തിക്കോളി. ഇനി ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് എന്തൊക്കെ എനിക്ക് പറയേണ്ട അറിയില്ല, ഇതേപോലെ ഇങ്ങോട്ട് ചെയ്തെടുക്കുക. ഓയിൽ 2 വശം തടവി കൊടുക്കുക. ഇതന്നെയാണ് ഇതിൻ്റെ മെയിൻ കറക്റ്റ് റെസിപ്പി കേട്ടോ. ഇനി നമ്മൾ വീശി അടിക്കുക എന്ന് പറഞ്ഞാൽ വലിയ സംഭവമൊന്നുമല്ല. തിരുമ്പണ കല്ലുമ്മേ എങ്ങനെയാണ് നമ്മൾ ഡ്രസ്സ് അലക്കുന്നത് പ്രിയപ്പെട്ടവരെ അതുപോലെ തന്നെ അടിച്ചെടുക്കുക. അല്ലാതെ ഇത് പെരത്തി പിടിച്ചണ അടിച്ചണം നിങ്ങളോട് ആരേ പറഞ്ഞെന്നേ? അങ്ങനെയൊന്നുമില്ല. ചുരുട്ടി കൂട്ടിയിട്ട് അടിച്ചാൽ ഈ തുണികൾ ഡ്രസ്സ് നമ്മൾ കൊണ്ടുപോയാണ്ട് തിരുമ്പണ കല്ലുമ്മക്കട് കൊണ്ടുപോകില്ലേ, അതേ രൂപത്തിൽ അങ്ങോട്ട് അടിച്ചെടുത്തോളൂ പ്രിയപ്പെട്ടവരെ. അപ്പോൾ കണ്ടില്ല നിങ്ങൾ ഇതേപോലെ ചെയ്തെടുത്ത് ഇതുപോലെ ചുരുട്ടി എടുക്കുന്നു. അപ്പോൾ 2 വശത്തും ഓയിൽ തടവി കൊടുക്കണം. ആ പെരത്തി കൊടുക്കുമ്പോൾ പെരത്തി കഴിഞ്ഞിട്ട് ഓയിൽ തടവി കൊടുക്കണം. അത്രയും മാത്രമേ ഉള്ളൂ. കണ്ടില്ലേ ഇതുപോലെയുള്ള ഒരു പൊറാട്ട കണ്ടിട്ട് നിങ്ങൾ എങ്ങോട്ടാണ് മണ്ടുന്നത്? വീഡിയോ ഫുള്ളായിട്ട് കാണൂ പ്രിയപ്പെട്ടവരെ. സബ്സ്ക്രൈബ് ഓൾ ലൈക്ക് കണ്ടില്ലേ? ഈ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യൂ പ്രിയപ്പെട്ടവരെ. നിങ്ങൾ എന്താണ് ഈ ലൈക്ക് ബട്ടൺ കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ പോകുന്നത്? ലൈക്ക് കൊടുക്കൂ. താഴെ വന്നിട്ട് ലൈക്ക് 100 പ്രാവശ്യം ലൈക്ക്. ഇനി ഞാൻ ഇതുപോലത്തെ ഒരു പൊറാട്ട ഉണ്ടാക്കി കാണിച്ചു തന്നിട്ട് ഇനി ആരും പൊറാട്ട ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറഞ്ഞു കണ്ട് ആരും നിൽക്കാൻ നിൽക്കരുത്. അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ ഞാൻ പൊറാട്ട ഉണ്ടാക്കി തരുന്നത് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിലല്ല കേരളത്തിലും ഇന്ത്യയിലും ലോകത്താകമാനം ഇത് പടർന്ന് പന്തലിച്ച് പോകട്ടെ പ്രിയപ്പെട്ടവരെ. അപ്പോൾ നിങ്ങൾ എന്താണ് ഈ ഒരു പ്രശസ്തമായ ഒരു വീഡിയോക്ക് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ഷെയർ ചെയ്യൂ. നിങ്ങൾ ഒരു 10 ആൾക്ക് വീതം ഷെയർ ചെയ്യൂ. അതുകൊണ്ട് എല്ലാവരും ചോറ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കട്ടെ പൊറാട്ട. മൈദ മാത്രം ഇട്ട് കൊടുക്കല്ലേ, ചോറും കൂടി ഇട്ട് കൊടുക്കി. അങ്ങനെ ചോറ് കൊണ്ട് തയ്യാറാക്കി എടുക്കട്ടെ. അപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് കൊടുക്കാമല്ലോ നമുക്ക്, നമ്മുടെ വീട്ടിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ള പൊറാട്ട. അപ്പോൾ ലൈക്ക് ബട്ടൺ വന്നിരിക്കുന്നു. ലൈക്ക് 150 വട്ടം ചെയ്ത് കണ്ട് ഡിസ്ലൈക്ക് ആക്കി മാറ്റരുത്. അത്രയും പറഞ്ഞുകൊണ്ട് ഇതുപോലെയാണ് നമ്മൾ ഇത് പരത്തി എടുക്കേണ്ടത്. അപ്പോൾ ലൈക്ക് ചെയ്യുമ്പോൾ ഡിസ്ലൈക്ക് ആക്കാതെ നോക്കുക. അത്രയൊക്കെ തന്നെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇവിടെ വീഡിയോ തുടരുന്നു. കണ്ടില്ലേ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പൊറാട്ട ചുട്ടെടുക്കുന്ന വീഡിയോയിലേക്ക് നമ്മൾ പോകാൻ ഇനിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും അങ്ങോട്ട് നടന്നോളി. അപ്പോൾ കണ്ടില്ല നിങ്ങൾ ഇതേപോലെയാണ് പരത്തിക്കോളി. അപ്പോൾ നിങ്ങളോട് നമുക്ക് ഇഞ്ഞത്താ പറയല്ലേ, ഇനിയിപ്പോൾ സബ്സ്ക്രൈബ് പറഞ്ഞാൽ നിങ്ങൾ ഇട്ടെറിഞ്ഞ് മണ്ടും. അപ്പോൾ ഞാനത് പറയുന്നില്ല. അപ്പോൾ നിങ്ങൾ കണ്ടോളി, നല്ല അടിപൊളി റെസിപ്പി അല്ലേ. അപ്പോൾ ഇനി കേരളത്തിലും ഇന്ത്യയിലും എവിടെ ഉണ്ടാകാൻ പാടില്ല പൊറാട്ട ഉണ്ടാക്കാൻ അറിയാത്തോല്. ആ കോലത്തിൽ നിങ്ങൾക്ക് ഞാൻ നല്ലോണം മട്ടം പോലെ ഇതുപോലെ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല, ആ ഒരു രൂപത്തിൽ പറഞ്ഞു തന്നിട്ട്. അപ്പോൾ നിങ്ങൾ മേപ്പട്ടും കീപ്പട്ടും നോക്കി നിൽക്കല്ലേ. ചട്ടി ചൂടാകാൻ നിൽക്കുകയാണ്. അപ്പോൾ ചട്ടി ചൂടാകുമ്പോൾ ചട്ടിക്ക് ചാടണ്ട. അപ്പോൾ നന്നായിട്ട് നമ്മൾ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചട്ടി ചൂടായതിന് ശേഷം ഈ പൊറാട്ട നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ പരത്തലൊന്നും വലിയ അത്ഭുതമല്ല. ഇതിപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ. ഈ ഒരു രൂപത്തിൽ ഇങ്ങോട്ട് പരത്തിയെടുത്താൽ മതി എന്നുള്ളത്. ഇങ്ങനെ ചട്ടിക്കാണ്ട് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ചട്ടി പൊറാട്ട നന്നായിട്ട് ചൂടായാൽ അപ്പുറം മറിച്ചിടുക, ഇപ്പുറം പിന്നെ ഇങ്ങേ വശം ചൂടായാൽ അങ്ങേപ്പുറത്തേക്ക് മറിച്ചിടുക, ഇങ്ങേപ്പുറത്തേക്ക് മറിച്ചിടുക, മറിച്ചിട്ടും തിരിച്ചിട്ടും അങ്ങനെ വേവിച്ചെടുക്കുക. അപ്പോൾ കണ്ടോ നമുക്ക് ഇങ്ങനെ മറിച്ചിടാൻ തോന്നും. അപ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ ചെയ്തെടുത്താൽ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇപ്പോൾ പൊറാട്ട ഉണ്ടാക്കൽ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നിങ്ങളോട് ഇനി നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ വന്ന് രേഖപ്പെടുത്തൂ പ്രിയപ്പെട്ടവരെ. ഇനി ഞാൻ എന്താണ് പറയേണ്ടത്, നിങ്ങളുടെ കുടുംബത്തിലും കൂട്ടത്തിലും എല്ലാവർക്കും 10 ആൾക്ക് വീതെങ്കിലും ഷെയർ ചെയ്തെടുക്കൂ. നല്ലൊരു അറിവല്ലേ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ പൊറാട്ടൻ്റെ വീഡിയോ ഉണ്ടാക്കി ഇട്ടിട്ട് ചില ആളുകൾ നെഗറ്റീവ് കമൻ്റ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. അവരെന്നോട് പറഞ്ഞിട്ടുണ്ട് പൊറാട്ട തിന്നാൽ വയറ്റിന്ന് പോകൂലേ, വയറ്റിന്ന് വയറിളകും എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ എവിടെയും കേട്ടിട്ടില്ല പൊറാട്ട തിന്നിട്ട് വയറിളകിയ ഒരു ചരിത്രം. വയറ്റിന്ന് പോകാത്തൊരു ചരിത്രമാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഇത് നമുക്ക് പറയാനുള്ളത്, ഇനി അഥവാ നമ്മുടെ പൊറാട്ട തിന്നിട്ടല്ല കേട്ടോ ഞാൻ പറയുന്നത്, പൊറാട്ട തിന്നാതെ തന്നെ സാധാ വയറിളക്കമുള്ളവർക്കായിട്ട്
ഞാൻ ഒരു മരുന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ബിരിയാണി മസാല ഉണ്ടല്ലോ, നമ്മുടെ ബിരിയാണി മസാല എന്ന് പറഞ്ഞ ജാതിക്ക, ജാതിപത്രി ഇതൊക്കെ ഇട്ടുകൊണ്ട് നമ്മൾ പൊടിച്ചെടുത്ത കറുകപ്പട്ട, പട്ട, ഗ്രാമ്പൂ ഇതൊക്കെ പറഞ്ഞ് പൊടിച്ചെടുത്ത ആ മസാല തേനിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ വയറിളകുന്ന സമയത്ത് കഴിക്കൂ പ്രിയപ്പെട്ടവരെ. അപ്പോൾ നിങ്ങളുടെ വയറിളക്കം മാറുന്നതാണ്. അപ്പോഴേക്കും ഞാൻ പൊറാട്ടയ്ക്ക് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ല നിങ്ങൾ. അപ്പോൾ കുട്ടികൾ മദ്രസയിലേക്ക് പോണ സമയത്താണ് കേട്ടോ ഞാൻ ഈ പൊറാട്ട ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ പൊറാട്ട അടിക്കാനൊന്നും എനിക്ക് സമയം കിട്ടുന്നില്ല. ഞാൻ അപ്പുറത്തേക്ക് ഇങ്ങനെ കുട്ടികളുടെ അടുത്തേക്ക് ഇങ്ങനെ മണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മണ്ടുമ്പോൾ പൊറാട്ട ചൂടാറാണ്. അപ്പോൾ നേരത്തെ അടിച്ചെടുത്ത് വേറെയാണ് കേട്ടോ. അപ്പോൾ ഇത് അടിച്ചെടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ ചൂടില്ല. അപ്പോൾ ഞാനൊന്നും ചൂടാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വന്ന ആ മുകളിൽ ഒന്ന് മാത്രമേ ചൂടായിട്ടുള്ളൂ. ഇനി അപ്പോൾ ഞാൻ ഒന്നുകൂടി ചൂടാക്കി എടുക്കുക ആണ്. അപ്പോൾ അത് തീരെ അടിക്കാത്ത പൊറാട്ടയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ ചൂടോടെ കൂടി അടിച്ചെടുക്കണം. ചൂടാറിയിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇത് അടിച്ച് സെറ്റാക്കാമെന്ന് വിചാരിച്ചാൽ നടക്കൂല കേട്ടോ. അപ്പോൾ ചൂടോട് കൂടി തന്നെ അടിച്ചെടുക്കാവുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതുപോലെ നമുക്ക് അടിച്ച് നോക്കാം. ഇനി ഇതിന് ലെയറുകൾ വരുന്നുണ്ടോ, പൊറാട്ട നന്നാകുന്നുണ്ടോ, നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ താഴെ ഇങ്ങോട്ട് പോരട്ടെ. കമൻറ്റ് ബോക്സ് അവിടെ വെറുതെ കാലിയായി കിടക്കല്ലേ. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാല്ലേ, ഇതുപോലെ ഇങ്ങോട്ട് സ്പീഡാക്കിയിട്ട് ഇങ്ങോട്ട് അടിച്ചെടുത്തോളൂ. എന്തായാലും നന്നാകും. ചോറ് കൊണ്ട് ഉണ്ടാക്കിയ പൊറാട്ട എന്നിപ്പോൾ ആരെങ്കിലും ഇത് കണ്ടാൽ പറയുമോ പ്രിയപ്പെട്ടവരെ? അപ്പോൾ ചോറ് കൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും നമുക്ക് പൊറാട്ട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നെഗറ്റീവ് കമൻറ്റുമായിട്ട് വരുന്നവരോട് എനിക്കൊന്നും പറയാനില്ല. അവർക്ക് മുന്നിൽ ഞാൻ ഇത് സമർപ്പിക്കുകയാണ്. കണ്ടില്ല നിങ്ങൾ, ഇത്രയും നന്നായിട്ടുള്ള പൊറാട്ട ഉണ്ടാക്കിയിട്ട് നെഗറ്റീവ് ഇനി സ്വീകരിക്കൂല കേട്ടോ. നെഗറ്റീവ് പറയുന്നവർക്ക് നന്ദിയില്ല, നമസ്കാരമില്ല, ഒന്നുമില്ല എന്ന് തന്നെ നമുക്ക് പറയാനുള്ളത്. ഏതെങ്കിലും അവർക്ക് വീഡിയോ കണ്ടതിന് നന്ദിയുണ്ട്. അവസാനം വരെ കണ്ടിട്ടാണല്ലോ അവർ നെഗറ്റീവുമായിട്ട് വരുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് അവർക്കൊരു നന്ദി രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ കണ്ടില്ല ഞങ്ങൾ ലെയറുകൾ, എത്ര ലെയറുകൾ. അപ്പോഴേക്ക് സബ്സ്ക്രൈബ് വന്നിരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ അറിഞ്ഞൊരു ഓപ്ഷനും കൂടി നീക്കി പിടിച്ചാലാണ് നമ്മളിടുന്ന വീഡിയോ നിങ്ങൾക്ക് കറക്റ്റ് കിട്ടുള്ളൂ. കണ്ടില്ല. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ മാത്രം പോരല്ലോ കേട്ടോ. ഓൾ അറിഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോ കിട്ടുള്ളൂ. നല്ല സോഫ്റ്റ് ഇല്ലേ, നിങ്ങൾ കണ്ടില്ലേ? ചോറ് കൊണ്ട് നിങ്ങളുടെ മുന്നിൽ വെച്ചാണ് ഞാൻ ഈ വീഡിയോ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ എത്രത്തോളം കറക്റ്റ് റെസിപ്പിയാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത്. എൻ്റെ എന്ത് റെസിപ്പി ഉണ്ടാക്കുകയാണെങ്കിലും ഞാൻ ആ ഉണ്ടാക്കിയ അതേ റെസിപ്പി ആയിരിക്കും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളത് പ്രത്യേകം മനസ്സിലാക്കിക്കൊണ്ട് ഈ വീഡിയോ നിങ്ങളും ഷെയർ ചെയ്യൂ. കേട്ടില്ലേ? ഇതാണ് ബെൽ ബട്ടണ്. ഇതുകൂടി ക്ലിക്ക് ചെയ്താലാണ് ഓൾ അറിഞ്ഞ ഓപ്ഷൻ വരിക. അവിടെ വന്നിട്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് പോയിക്കോളി. അപ്പോൾ ഞാനിങ്ങനെ ഓരോ വീഡിയോ ഇടും. അതിങ്ങനെ കാണുകൾക്ക് മടക്കി നോക്കി ചുരുട്ടി നോക്കി ഒന്നും സംഭവിക്കാത്ത പൊറാട്ട, വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു പൊറാട്ട. ഇങ്ങനത്തെ ഒരു പൊറാട്ട എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതിനു മുമ്പൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോയിൽ ഇന്നാൾ കണ്ടിട്ടുണ്ടാവും. അല്ലാതെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? അപ്പോൾ നിങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങി തിന്നുമ്പോൾ അതുമാതിരി അല്ലല്ലോ നമ്മൾ വീട്ടിൽ ശുദ്ധമായ രീതിയിൽ നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ അത് വേറെ ലെവലാണ്. അപ്പോൾ ഞാനിവിടെ സോയാബീൻ്റെ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചിക്കനൊന്നും കിട്ടിയില്ല. സോയാബീൻ്റെ കറി വെച്ച് ചിക്കൻ കറിയെ പോലെ ഉണ്ടാക്കിയെടുത്ത ഒരു കറിയാണ്. അപ്പോൾ അതിൽ വെളുത്ത പീസൊക്കെ കാണുന്ന എഗ്ഗ് പുഴുങ്ങിയെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഇതിൽ ആഡ് ചെയ്യാൻ പറ്റുന്നില്ല പ്രിയപ്പെട്ടവരെ. അപ്പോൾ നിങ്ങൾക്ക് അത് ആഡ് ചെയ്ത് കണ്ട് ഇത് ബോറടിപ്പിക്കണ്ടെന്ന് വിചാരിച്ച് എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ആവാറായിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ടു നിന്ന എല്ലാ കൂട്ടുകാർക്കും ഈ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഇവിടെ വീഡിയോ വൈൻഡപ്പ് ആക്കാൻ പോവാണ്. കണ്ടില്ല, ഒരു പീസ് എടുത്ത് കഴിക്കൂ പ്രിയപ്പെട്ടവരെ, എല്ലാവരും കഴിക്കൂ. എന്നിട്ട് കമൻറ്റ് വരൂ. കമൻറ്റ് ബോക്സ് താഴെ കിടക്കുന്നു. അവിടെ വന്നിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തി പോകൂ പ്രിയപ്പെട്ടവരെ. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇതാണ് സോയാബീന്.